നിങ്ങൾ ഓപ്പറേഷണൽ ഫോക്കസ്ഡ് ഓൺടർപ്രണർ ആണോ അതോ ഗ്രോത്ത് ഫോക്കസ്ഡ് ഓൺടർപ്രണർ ആണോ? ഭൂരിഭാഗം ബിസിനസ്സുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഓൺടർപ്രണർ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ വരിക, അവിടുത്തെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിലും സെയിൽസിലും മാർക്കറ്റിലേക്ക് ഇൻവോൾവ് ചെയ്യുക, അവിടുത്തെ ടീമിന്റെ പ്രശ്നം സോൾവ് ചെയ്യുക, രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഒരു ഓപ്പറേഷണൽ ഇൻവോൾവ് ആയിരിക്കും. ഞങ്ങൾ പറയുകയാണെങ്കിൽ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൽ കുടുങ്ങിപ്പോയ ആൾക്കാരെന്ന് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യാനോ ഗ്രോത്തിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനോ സമയം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ലോങ് ടൈമിൽ ഓപ്പറേഷണലി ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് ലോങ് ടൈമിൽ സസ്റ്റെയിൻ ചെയ്യില്ല. നിങ്ങൾക്ക് ഓപ്പറേഷനിൽ നിന്ന് മാറി ഒരു ഗ്രോത്ത് ബിസിനസ് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ലോങ് ടൈം വിഷൻ വേണം. രണ്ടാമത്തെ ഒരു കാര്യം വേണ്ടത്, നിങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായിട്ടുള്ള സിസ്റ്റംസും പ്രോസസ്സും നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. മൂന്നാമത്തത്, നിങ്ങൾക്ക് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് ആ ടീമിനെ വെച്ച് നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യണം. ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാനും നിങ്ങളുടെ ബിസിനസ്സിൽ ലോങ് ടൈമിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും പറ്റുള്ളൂ. ചോയ്സ് എപ്പോഴും നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യണോ അതോ ഗ്രോത്ത് ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്യണോ?